My dear students, today we can study the nervous system disorder epilepsy. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് നാഡീവ്യവസ്ഥയുടെ തകരാറായ അപസ്മാരം എന്ന രോഗത്തെക്കുറിച്ച് പഠിക്കാം. Epilepsy is a very common brain disease. തികച്ചും സാധാരണമായ ഒരു മസ്തിഷ്ക രോഗമാണ് അപസ്മാരം. The disease is found in many people in our country. നമ്മുടെ നാട്ടിൽ നിരവധി ആളുകളിൽ ഈ രോഗം കണ്ടുവരുന്നു. It is estimated that 5 out of every 1,000 people have epilepsy. കണക്കുകൾ പ്രകാരം 1005 പേർക്ക് അപസ്മാര രോഗമുണ്ട്. 2/3 of people with epilepsy are children. അപസ്മാരമുള്ളവരിൽ 2/3 പേരും കുട്ടികളാണ്. Epilepsy is a central nervous system disorder in which brain activity becomes abnormal. അപസ്മാരം കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ തകരാറാണ്. അതിൽ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ അസാധാരണമാകുന്നു. എപ്പിലെപ്സി ഡ്യൂ ടു മസ്കുലാർ കൺട്രാക്ഷൻ is only for 1 or 2 minutes. 1-2 മിനിറ്റ് നേരത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന സന്നിയാണിത്. Epilepsy is not a demonic illness or mental illness. ഭൂതപ്രേതങ്ങളുടെ ബാധയോ മനോരോഗമോ അല്ല അപസ്മാരം. This disease is not because of the presence of some ghost or something like that. ഭൂതപ്രേതങ്ങളുടെയോ മറ്റോ സ്വാധീനം കൊണ്ട്, അവയുടെ സാന്നിധ്യം കൊണ്ട് ഉണ്ടാകുന്നൊരു രോഗമല്ല അപസ്മാരം. What is the main reason for epilepsy? Continuous and irregular flow of electric charges in the brain. എന്താണ് അപസ്മാരം എന്ന രോഗത്തിന്റെ കാരണം? തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആർ കോൺസ്റ്റന്റ്ലി ബീയിങ് ജനറേറ്റഡ് ബിറ്റ്വീൻ ദ മില്യൺസ് ഓഫ് ബ്രെയിൻ സെൽസ് ഇൻ ദി ബ്രെയിൻ. തലച്ചോറിലെ അനേക ലക്ഷം മസ്തിഷ്ക കോശങ്ങൾക്കിടയിൽ സദാസമയവും നേർത്ത വൈദ്യുത സ്പന്ദനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. This is a sudden change in the pulsating energy of the brain which is constantly occurring. ഇങ്ങനെ സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വൈദ്യുത സ്പന്ദനങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം മൂലം തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിലാകെ പൊടുന്നനെ ഒരു ഞെട്ടൽ അനുഭവപ്പെടുന്നു. A sudden shock is felt throughout the functioning of the brain. In epilepsy, the electric signals in the brain become scrambled and there are sometimes sudden bursts of electrical activity. അപസ്മാരത്തിൽ തലച്ചോറിലെ വൈദ്യുത സിഗ്നലുകൾ തകരുകയും ചിലപ്പോൾ വൈദ്യുത പ്രവർത്തനത്തിന്റെ പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ചെയ്യും. In most cases, it is not clear why this happens. മിക്ക കേസുകളിലും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് വ്യക്തമല്ല. Epilepsy is caused by a sudden change in the activity of the brain. തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ പൊടുന്നനെ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനമാണ് അപസ്മാരത്തിന് കാരണം. Epilepsy may occur as a result of a genetic disorder or an acquired brain injury such as trauma or stroke. അപസ്മാരം
ഒരു ജനിതക തകരാറിൻ്റെ ഫലമോ അല്ലെങ്കിൽ ട്രോമ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലുള്ള മസ്തിഷ്ക ക്ഷതത്തിൻ്റെ ഫലമായോ സംഭവിക്കാം. Some type of epilepsy are inherited and genetic. ചിലതരം അപസ്മാര രോഗങ്ങൾ പാരമ്പര്യവും ജനിതകവുമാണ്. Not all epilepsies that are due to genetic causes and inherited. എല്ലാ അപസ്മാര രോഗങ്ങളും പാരമ്പര്യമായും ജനിതകമായും ലഭിക്കുന്നതല്ല. In general, if a person's mother, father or sibling has epilepsy, their risk of developing epilepsy by the age of 40 is less than 1 in 20. പൊതുവെ ഒരു വ്യക്തിയുടെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരനോ അപസ്മാരമുണ്ടെങ്കിൽ 40 വയസ്സാകുമ്പോൾ അപസ്മാരം വരാനുള്ള സാധ്യത 20-1 താഴെയാണ്. Epilepsy can be caused by genetic factors or the diseases affecting the brain. പ്രത്യേക ജനിതക കാരണങ്ങൾ കൊണ്ടോ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൊണ്ടോ അപസ്മാരബാധ ഉണ്ടാകാം. Some brain injuries during pregnancy or childbirth have been found to cause epilepsy. ഗർഭകാലത്തോ പ്രസവ സമയത്തോ ശിശുവിന് ഉണ്ടാകുന്ന ചില മസ്തിഷ്ക ക്ഷതങ്ങൾ അപസ്മാരമുണ്ടാക്കാൻ ഇടയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. Epilepsy can sometimes be caused by diseases such as meningitis. മസ്തിഷ്ക ജ്വരം പോലുള്ള രോഗങ്ങൾ മൂലവും ചിലപ്പോൾ അപസ്മാരമുണ്ടാകാം. In some people, epilepsy is traditional. ചില ആളുകളിലെങ്കിലും അപസ്മാര രോഗം പാരമ്പര്യമായി കണ്ടുവരുന്നു. Children do not have epilepsy just because their parents have epilepsy. അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും അപസ്മാര രോഗം ഉള്ളതുകൊണ്ട് മാത്രം മക്കൾക്ക് ഈ രോഗം ഉണ്ടാകണമെന്നില്ല. Anyone can develop epilepsy. Epilepsy affects both males and females of all races, ethnic backgrounds and ages. ആർക്കും അപസ്മാരം ഉണ്ടാകാം. അപസ്മാരം എല്ലാ വംശങ്ങളിലും വംശീയ പശ്ചാത്തലങ്ങളിലും പ്രായത്തിലുമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും ബാധിക്കുന്നു. It has been found that the onset of epilepsy in most patients occurs before the age of 20. നല്ലൊരു പങ്ക് രോഗികളിലും അപസ്മാരബാധയുടെ തുടക്കം 20 വയസ്സിന് മുൻപാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. The body responds to this abnormal sensation in the brain in the form of unconsciousness or epilepsy. തലച്ചോറിൽ നിന്നുണ്ടാകുന്ന തികച്ചും അസാധാരണമായ ഈ സംവേദനത്തോട് ശരീരം പ്രതികരിക്കുന്നത് സന്നിയുടെയോ ബോധക്കേടിൻ്റെയോ രൂപത്തിലാവാം. The main symptom of epilepsy is continuous muscular contraction. അപസ്മാര രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി. The other symptoms are frothy discharge from the mouth, clenching of the teeth, following which the patient falls unconscious. വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാകുന്നു. What are the symptoms of epilepsy? Epilepsy due to continuous muscular contraction,
frothy discharge from the mouth, clenching of the teeth, following which the patient falls unconscious. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നു. അൺയൂഷ്വൽ ബിഹേവിയർ, സെൻസേഷൻസ് ആൻഡ് സംടൈംസ് ലോസ് ഓഫ് അവയർനെസ്. അസാധാരണമായ പെരുമാറ്റം, സംവേദനങ്ങൾ, ചിലപ്പോൾ ബോധം തന്നെ നഷ്ടപ്പെടുന്നു. Some people have some symptoms before they go into epilepsy. They are headache, stomachache, loss of appetite a few hours or days ago. ചില ആളുകൾക്ക് അപസ്മാരം ഉണ്ടാകുന്നതിന് മുന്നോടിയായി ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ മുൻപ് തലവേദന, വയറുവേദന, വിശപ്പില്ലായ്മ മുതലായവ അനുഭവപ്പെടും. Can we diagnose epilepsy? എപ്പിലെപ്സി അഥവാ അപസ്മാര രോഗമുണ്ടെന്ന് നമുക്ക് എങ്ങനെ നിർണയിക്കാം? To diagnose this disease, what is most helpful in this regard is an accurate description of the situation in which the signs of epilepsy occurs. ഇക്കാര്യത്തിൽ ഏറ്റവും സഹായകമാകുന്നത് സന്നി ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരണമാണ്. Diagnosis methods such as blood tests and X-rays are also important. രക്തപരിശോധന, എക്സ്റേ തുടങ്ങിയ നിർണയ രീതികളും പ്രധാനമാണ്. The EEG testing of the brain is important. തലച്ചോറിൻ്റെ EEG പരിശോധന പ്രാധാന്യമുള്ള ഒന്നാണ്. A person does not become chronically ill just because he has epilepsy occasionally. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അപസ്മാരം ഉണ്ടാകുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ നിത്യരോഗി ആകുന്നില്ല. Epilepsy is now a disease that can be completely cured with expert treatments. ഇപ്പോൾ വിദഗ്ധ ചികിത്സകൾ കൊണ്ട് പൂർണ്ണമായി തന്നെ ഭേദമാക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് അപസ്മാരം. The onset of epilepsy in a large number of patients is at the age of 20. നല്ലൊരു പങ്ക് രോഗികളിലും അപസ്മാര ബാധയുടെ തുടക്കം 20 വയസ്സിലാണ്. More than half of epilepsy patients can be completely cured with a maximum of 1.5 to 2 years of medical treatment. പരമാവധി 1.5-2 വർഷത്തെ ഔഷധ ചികിത്സ കൊണ്ട് തന്നെ പകുതിയിലധികം അപസ്മാര രോഗികളുടെയും അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയാറുണ്ട്. It is important to note that special precautions need to be taken when taking anti-epileptic medication. അപസ്മാരത്തിനുള്ള മരുന്ന് കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേക നിഷ്കർഷ ആവശ്യമാണ് എന്നുള്ളതാണ് പ്രധാനം. The medication should be taken as long as prescribed by your doctor. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന അത്രയും കാലം മരുന്ന് മുടങ്ങാതെ കഴിക്കണം. Most epilepsy is completely cured by medication. In some rare cases of incurable epilepsy, the rate of infection can be significantly reduced. ഒട്ടുമിക്ക അപസ്മാരവും പൂർണ്ണമായി മരുന്നുകൾ മുഖേന ഭേദമാക്കാനാകും. ഭേദമാകാത്ത ഇനം അപസ്മാരമുള്ള
അപൂർവം ചില രോഗികളിലും രോഗബാധയുടെ തോത് കാര്യമായി കുറയ്ക്കാൻ മരുന്നിന് കഴിയും. Epilepsy is usually treated by medication or by surgery or dietary changes. സാധാരണയായി മരുന്ന് ഉപയോഗിച്ചും ചില സന്ദർഭങ്ങളിൽ ശസ്ത്രക്രിയ വഴിയും ഭക്ഷണത്തിലെ മാറ്റങ്ങൾ എന്നിവയിലൂടെയും ചികിത്സിക്കുന്നു. Effective surgical methods are now available for epilepsy that cannot be cured by drugs. മരുന്നുകൾ കൊണ്ട് ഭേദമാകാത്ത അപസ്മാരത്തിന് വളരെ ഫലപ്രദമായ ശസ്ത്രക്രിയാ രീതികൾ ഇപ്പോൾ ലഭ്യമാണ്. Some people require lifelong treatment to control this disease. Some children with epilepsy may outgrow the condition with age. അപസ്മാരം നിയന്ത്രിക്കാൻ ചില ആളുകൾക്ക് ആജീവനാന്ത ചികിത്സ ആവശ്യമാണ്. അപസ്മാരം ബാധിച്ച ചില കുട്ടികൾ പ്രായത്തിനനുസരിച്ച് ഈ രോഗത്തെ മറികടക്കുന്നതായും കാണുന്നു. Person with epilepsy should not be excluded from work or normal social life. അപസ്മാരമുള്ളയാളെ ജോലിയിൽ നിന്നോ സാധാരണ സാമൂഹിക ജീവിതത്തിൽ നിന്നോ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. It is good to be competent and active in life. ജീവിതത്തിൽ കഴിവതും പ്രവർത്തന നിരതമായിരിക്കുന്നത് തന്നെയാണ് ഇത്തരം രോഗികൾക്ക് നല്ലത്. But a person with epilepsy should be careful to follow the rules in life. എന്നാൽ അപസ്മാരമുള്ളയാൾ ജീവിതത്തിൽ ചിട്ടകൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. Sleep should not be compromised. It is important to get enough sleep every night and get at least 7.5 hours of sleep. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങുക. 7-7.5 മണിക്കൂറെങ്കിലും ഉറങ്ങുക എന്നത് ഇവരെ സംബന്ധിച്ച് പ്രധാനമാണ്. It is also important to eat on time and eat only foods that do not upset the stomach. സമയത്ത് ഭക്ഷണം കഴിക്കുക, വയറിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കാത്ത ഭക്ഷണം മാത്രം കഴിക്കുക തുടങ്ങിയവയും പ്രധാനമാണ്. Another important thing is to refrain from driving vehicles. വാഹനങ്ങൾ ഓടിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. People with epilepsy should also avoid working out from high altitudes. ഉയരക്കൂടുതലുള്ള ഇടങ്ങളിൽ കയറി നിന്ന് ജോലി ചെയ്യുന്നതും അപസ്മാര രോഗികൾ ഒഴിവാക്കണം. Keep a safe distance from water and fire. വെള്ളം, തീ എന്നിവയിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കുകയും വേണം.